കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ ശക്തിയായി, സൗഖ്യമായി, സാന്ത്വനമായി എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന മഹത്വം, ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പാറയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉടമ്പടി നമുക്കറിയാം, അതൊരു ദൈവിക പദ്ധതിയാണ്. ഈ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സ്കീംസിലാണ്. നമുക്കറിയാം, സെക്കുലറായിട്ട് സംസാരിച്ചാലും എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നത് സ്കീംസ് വഴിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ഓരോ സ്കീമുണ്ടാകും. അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്ക് അത് ആനുകൂല്യം എത്തുന്നത്, സ്കീംസ് വഴിയാണ്. ഉടമ്പടി ഒരു പദ്ധതിയാണ്. അതിൻ്റെ സ്കീമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസസ് ആണ്, വാഗ്ദാനമാണ്. ദൈവം നൽകിയിട്ടുള്ള
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല. അങ്ങനെ 8810 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം, നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും. ഇനി നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം, ഇവൻ ഗൂഗിള് എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ. എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത്. അതൊരു ഫങ്ഷനൊന്നുമല്ല, ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും. കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരികയില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. The word of God, ആകാശവും ഭൂമിയും കടന്നു പോയി. മത്തായി 24:35. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ഏറ്റു പറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. കർത്താവിന്റെ വാക്കുകളുടെ വിഷയം അറിയാമല്ലേ? എല്ലാ വാക്കുകളും പ്രഗ്നൻ്റ് ആണ്, ഗർഭമുള്ള വാക്കുകളാണെല്ലാം. കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനങ്ങളുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയണത്. വാഗ്ദാനം. ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല. എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. എന്താണത്? പ്രാമിത്തരെ. ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട് ദ പ്രോമിസ്. അതായത് അതിൻ്റെ അകത്തുള്ള ദാനങ്ങളെ വലിച്ചു പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട്. വലിച്ചു പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ ജന്മത്തിന് എക്കാലത്തേക്കുമുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി, വലിച്ചു പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും. ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട്. പക്ഷേ ചില ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ, പിടിച്ച് പുറത്താക്കാൻ, വലിച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം, പ്രഖ്യാപനമാണ്. ഇനി പ്രഖ്യാപനത്തിനും ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട്. മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല. പ്രഖ്യാപനം ഒരു അധര സേവ പോലെ വരത്തുള്ളൂ. ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ്. അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് ബ്രെയിൻ അല്ലേ, ഇൻ്റലക്റ്റ്. രണ്ടാമത്തത് വിൽ. ഈ 2 ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത്, ഈ 2 ഫാക്കൽറ്റിയുടെയും കൺകറൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക്. 2 ഫാക്കൽറ്റിയുടെയും. ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാകും, അതാണ് നീ സംസാരിക്കണത്. ബുദ്ധിയില്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധിയില്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ. ബുദ്ധി കുറയുന്നതനുസരിച്ചുകൊണ്ട് സംസാരം കുറയും. കാര്യം എന്താ കാര്യം? അവന് ഇമോഷൻസൊക്കെ ഉണ്ടാവും, വെബ്രാളവും ഒക്കെ കാണിക്കും, പക്ഷേ സംസാരിക്കത്തില്ല. ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല. ബുദ്ധിയിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടാകണത്, ഭാഷ ഉണ്ടാകണത്. ഭാഷ സ്പെൽ ഔട്ട് ചെയ്യണത് അധരം കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പറയണത് ഇല്ലേ? റോമർ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. ഓക്കെ, ദിസ് ഈസ് 50% ഉള്ളി. മനസ്സ്, ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം, മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല, അത് ചെയ്യുകയാണ്, എക്സിക്യൂട്ട് ചെയ്യും.
നമുക്ക് ഇമോഷണൽ കൺവിഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല, പ്രയോഗത്തിൽ വരത്തില്ല. നമ്മൾ ആശയപരമായിട്ട് ശരിയാണ്, ആശയപരമായിട്ട് ശരിയാകാം, പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാനെന്തിനത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം. വൈകാരിക ബോധ്യം ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ്. ആ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത്. അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ്, അത് വില്ലാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്ന അർത്ഥം, പ്രയോഗമാണ് നടത്തുക. ഉടമ്പടി വരണത് ഇവിടെയാണ്, പ്രയോഗത്തിലാണ് വരണത്. ഉടമ്പടി സമ്പൂർണ്ണമായി നിൽക്കുകയാണ്. ഉടമ്പടി എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥനയുണ്ട്, ഇല്ലേ? പക്ഷെ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ഉടമ്പടിയിൽ എന്തുണ്ട്? പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രമാണം ചെല്ലുന്നു. അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നതാണ്. അതിനെ കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. പക്ഷേ വേറെ പ്രോബ്ലം എന്താണ്? ഉടമ്പടി വേറെ സംഭവമുണ്ട്, പ്രയോഗം. അപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട്, പക്ഷെ പ്രയോഗമില്ലെങ്കിൽ, കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ, മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവിൽ വരണതാണ്. അത് വില്ലാണ്, അതിൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അവിടുന്ന് വരണത് ദൈവസ്നേഹമാണ് വരണത്. ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങനെക്ക് തന്ന വചന വാഗ്ദാനങ്ങളെ ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ആന്തരിക ബോധ്യത്തോടെ നടപ്പിൽ വരുത്താൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. വചനം കേൾക്കുമ്പോൾ അത് ദൈവസ്നേഹത്തോടെ നടപ്പിൽ വരുത്തുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. 3:15 അറിയാവോ? അത് എനിക്ക് എപ്പോഴും 3:15 എപ്പോഴും എനിക്ക് അതായത് കർത്താവ് അപ്പോസ്തലന്മാരെ 12 പേരെ വിടും. 12 പേരെ വിടുമ്പോഴെന്തിനാണ്? ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ, മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന, കർത്താവ് അപ്പോസ്തലന്മാർക്കുണ്ട അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി, സമൂഹ നന്മയുടെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായി ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ പ്രവർത്തനമായിട്ടാണ് 3:15 വർക്കൗട്ട് ചെയ്യുന്നത്. മർക്കോസ് 3:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അധികാരം നൽകുന്നു എന്നാ പറയണത്. അധികാരം നൽകാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അധികാരം നൽകാൻ. ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത്, അവർക്കൊക്കെ സമൂഹത്തിൽ കർത്താവിനെ കൊടുക്കാൻ, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഈശോ നിയമിച്ച് അയക്കുന്ന സന്ദേശമാണ്. അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസിയായിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത്, അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക, ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം. കൃപാസന ഈസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ്. അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ്. ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം.
യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെ ഉള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതുപൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യം കൈമാറാൻ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. പരസ്പരം കൈകൾ വിടർത്തി വെക്കുക, അച്ഛനിങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവെ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആരുടെ മേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ, വിടർത്തി വെച്ചതിന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം, നിന്റെ മുൾക്കിടത്തിന് ഉകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, ലോകത്തെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം, ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോഴും കൈകളിലേക്ക് വീഴട്ടെ. യേശു ക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകളെ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. ഈ കൈകൾ പ്രാർത്ഥനാ പങ്കുകളുടെ ശിരസിലേക്ക് വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. മക്കളെ ഭാഷാവർത്തം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ലോകവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്പെടുതാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ശരീരകോശങ്ങളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കരളിലും കിഡ്നികളിലും കർത്താവിൻ്റെ നിറയട്ടെ. കർത്താവിൻ്റെ അടിപ്പെടുന്ന വൈദാഘാതം പോലെ ദൈവിക ശക്തി ഉറയട്ടെ. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ,
ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുറകൾ, ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, മൂക്കിന് ദശ വളർന്നവർ, വയലിൽ സിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ സിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. കൈകൾ എടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്, കൃപാസനം ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരം തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവര്, പൊതു പൗരോഹിത്യത്തെ കർത്താവിൻ്റെ വിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. എൻ്റെ മക്കളെ, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തൊരു ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തു പോയ, ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തു പോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ, ഈ ആൾക്കാരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകള്, പൈശാചിക സ്വാധീനങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, അമ്മ മാതാവിന്റെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തില് യേശുക്രിസ്തു നാമത്തില് വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. മുട്ടേ നിൽക്കുക മക്കളെ. അച്ഛൻ എന്തെങ്കിലും വിഷയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം കൃപയും ഉണ്ടാവും, വിടുതൽ പ്രാപിക്കും.
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ ആവേ